മെജോറിറ്റി എന്ന് തോന്നുന്നു S2 പഠിക്കുന്നവര്. സോ നമ്മള് മിസ്മാര് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ബേസിക്സ്, അതായത് ഫ്ലട്ടറിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഫ്ലട്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ്, അതായത് ബേസ് ലാംഗ്വേജ് ഡാർട്ട് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ് നമ്മൾ ഫ്ലട്ടറിൽ യൂസ് ചെയ്യുന്നത്. സോ before starting the Flutter app development, you have to learn more about Dart programming. അതാണ് നമ്മുടെ ബേസ്. സോ ആ ബേസ് ആയിട്ടുള്ളത് നമ്മൾ നന്നായിട്ട് ബിൽഡ് ചെയ്താലാണ് നമുക്ക് ശരിക്കും ഫ്ലട്ടറിന്റെ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാനൊക്കെ പറ്റുക. സോ അതുകൊണ്ടാണ് ഇന്നത്തെ സെഷൻ ഡാർട്ട് പ്രോഗ്രാമിംഗ്, ബേസിക്സ് ഡാർട്ട് പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു സെഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. സോ ഫോളോയിങ് ദിസ് we have Flutter installation and all. And നമ്മൾ ഫ്ലട്ടർ ആ ഒരു ഫ്ലട്ടറിന്റെ, അതായത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അല്ലെങ്കിൽ VS യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എങ്ങനെയാണ് ഡാർട്ട് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യണേ എന്നുള്ളത് നമ്മൾ സൺഡേ പഠിക്കും. ദെൻ മൺഡേ ആൻഡ് ട്യൂസ്ഡേ നിങ്ങൾ ഫ്ലട്ടർ ആപ്പ് ചെയ്യുന്നത് കറക്റ്റ് നിങ്ങളും കൂടി ചെയ്യുന്ന രീതിയിൽ അതിന്റെ ഹാൻഡ്സ് ഓൺ സെഷൻ ആയിട്ട് പഠിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? സോ ഇതൊരു ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ് ആണ്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ റൈസ് യുവർ ഹാൻഡ് ഓർ unmute and tell me about your doubts. Okay, മിസ്സിന്റെ ഒപ്പം തന്നെ നിങ്ങളും ചെയ്യണം. Yes ma'am. Okay ma'am. So let's start. എല്ലാവരും നല്ലൊരു ക്യൂരിയോസിറ്റി, അതായത് ഒരു ആപ്പ് ഡെവലപ്മെന്റ് ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം നന്നായിട്ട് പഠിക്കാൻ നല്ലൊരു ക്യൂരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്ന് മിസ്സിന് അറിയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്സസ്, റൈറ്റ്? ഓക്കെ മിസ്. Can you see my presentation? Yes. Okay. So as I mentioned earlier, the programming language is used in the Flutter platform is Dart. D-A-R-T, Dart. One minute. I have some technical problems. I don't know whether due to the network issue or so let's begin. All of you, please open your Google Chrome and type Dartpad. Dartpad on it. D-A-R-T-P-A-D. Dartpad on it. Just select the first option named as Dartpad. It's an online platform to compile and run the Dart programming language. So let's start the Dart programming with this online platform. After installation, we have to switch to the Flutter platform, right?
Can you see my dart pad in your presentation? No, ma'am. No. No, ma'am. What about now? Can you see my presentation? Yes, Yes. miss. Yes, miss. എല്ലാവർക്കും ഈ ഡാർട്ട് പാഡ് എടുക്കാനായിട്ട് പറ്റിയോ? ഗൂഗിൾ ക്രോമില് ജസ്റ്റ് ഡാർട്ട് പാഡ് എന്ന് അടിച്ചു കൊടുക്കുക. സോ വിൽ ഗെറ്റ് ഡിഫറെന്റ് ഓപ്ഷൻസ്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഡാർട്ട് പാഡ്. സോ ഇത് ഒരു നമ്മള് സി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പം നമ്മൾ ഓൺലൈൻ GDB അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സി കമ്പൈലർ പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും ഓൺലി ഫോർ കമ്പൈലിംഗ് സി പ്രോഗ്രാം C++ പ്രോഗ്രാം ഒക്കെ കമ്പൈൽ ചെയ്യാനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതേപോലെ തന്നെ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പൈൽ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഡാർട്ട് പാഡ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡാർട്ട് എന്താ പറയാ അതിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ബേസിക് തിങ്സ് ഒക്കെ ഇതിൽ നമുക്ക് റൺ ചെയ്ത് ആ ഒരു പ്രോഗ്രാമിംഗ് ഫസ്റ്റ് പഠിക്കാം. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ഓക്കെ ആവുമ്പോൾ നമുക്ക് നാളെ ഇൻസ്റ്റാളേഷൻ കൂടി കഴിഞ്ഞിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ചിട്ടോ അല്ലെങ്കിൽ VS വിഷ്വൽ സ്റ്റുഡിയോ വെച്ചിട്ടുള്ള നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണ് മിസ് പ്ലാൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമില് നമ്മൾ സി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമില് എല്ലാ എക്സിക്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ എക്സിക്യൂഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ ആണ്. എന്താണ്? മെയിൻ ഫംഗ്ഷൻ ആണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുമ്പോഴും നമ്മൾ മെയിൻ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാറുണ്ട്. നമ്മൾ സിയിൽ ഓൾറെഡി പഠിച്ചതാണ്. അതേപോലെ തന്നെ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മെയിൻ ഫംഗ്ഷൻ. സോ നമ്മൾ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ മെയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഒരു പ്രോഗ്രാമിംഗിന്റെ ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ എന്നുള്ളത് കമ്പൈലറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ ഡിഫറെന്റ് എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് എവിടെയാണ്? മെയിൻ ഫംഗ്ഷനിലാണ്. ഓക്കെ, സോ ഇതില് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജില് ഡിഫറെന്റ് എന്താ പറയാ വേർഡ്സ് ഉണ്ടാവും അല്ലെ? ഡിഫറെന്റ് വേർഡ്സ് ഉണ്ടാവും. ഈ വേർഡ്സിനെയൊക്കെ നമ്മൾ എന്താ പറയാ? ഓരോ വേർഡിനെയും നമ്മൾ എന്താ പറയാ? ഓൾറെഡി നമ്മൾ സിയിൽ പഠിച്ചതാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഓരോ വേർഡ്സിനെയും നമ്മൾ എന്താ പറയാ? കീവേഡ് ആണോ? എല്ലാ വേർഡ്സും കീവേഡ് ആയിരിക്കോ പ്രോഗ്രാമിലുള്ള? ടോക്കൺസ്. എന്താണ് പറയാ? ടോക്കൺസ്. ഓക്കെ, ടോക്കൺസ് എന്നാണ് ഈച്ച് വേർഡ് നമ്മൾ പറയാ. ഈ ടോക്കൺസിന്റെ സെറ്റ് ഓഫ് ടോക്കൺസ് അല്ലെങ്കിൽ ഈ ടോക്കൺസിന്റെ കോമ്പിനേഷനെയാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ചെറിയ ചെറിയ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ സെമിക്കോളം വെച്ചിട്ട് നമ്മൾ എഴുതാറുണ്ട് സി പ്രോഗ്രാമിൽ. അപ്പോൾ ടോക്കൺസിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ സാധാരണ ഒരു ഡാർട്ട് മിസ് ആദ്യം തന്നെ കാണിച്ചു തരാം. ഒരു ഡാർട്ട് പാഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഹൗ ടു പ്രിന്റ് യുവർ നെയിം. എല്ലാവരും തന്നെ ഈ ഡാർട്ട് പാഡ് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മിസ് ഇടയ്ക്ക് പറയുമ്പോൾ നിങ്ങളും ഷെയർ ചെയ്ത് കാണിച്ചു തരണം. ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ടു പ്രിന്റ് യുവർ നെയിം. സോ ഇതില് നമ്മൾ പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രിന്റ് ഫംഗ്ഷൻ ആണ്. ലെറ്റ്സ് ടൈപ്പ്. വേർഡ് മെയിൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. പ്രിന്റ് ഫംഗ്ഷൻ. പ്രിന്റ് ഫംഗ്ഷന്റെ ഉള്ളില് നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യാനുള്ളത് അതിന്റെ ഉള്ളിൽ എന്ത് നമ്മൾ കൊടുക്കും? പ്രിന്റ് ഫംഗ്ഷന്റെ ഉള്ളിൽ എന്താണ് പ്രിന്റ് ചെയ്യാനുള്ളത്? ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കും.
So after that, a semicolon. Okay. So how to print a statement? Using print function. ഇപ്പൊ സിയില് നമ്മൾ പ്രിന്റ് എഫ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. തെറ്റാൻ പാടില്ല. ഡാർട്ട് ഇത്തിരി കൂടി സിമ്പിൾ ആണ് സിനേക്കാളും. സോ we can use the print function to display something on a screen in this Dart programming language. Okay, എല്ലാവരും ടൈപ്പ് ചെയ്തില്ലേ? Just let's run this program. So when we run, we can see the output in the console. Okay, console എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണോ നമുക്ക് ഔട്ട്പുട്ട് വിസിബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കാണിച്ചിരുന്നത് അതിനെയാണ് നമ്മൾ കൺസോൾ എന്ന് പറയാ. സോ ഒരു കാര്യം നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണതാണ് എന്ത്? പ്രിന്റ് ഫംഗ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേം ഈസ് വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡാർട്ട് പ്രോഗ്രാമിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമുക്ക് ഏതൊരു വേരിയബിൾസിനെയും, വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? Can you define the variable or identifier? Can anyone? Miss, എന്താ question? വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചസ് വരും വേരിയബിളിൽ. വേരിയബിളില് വാല്യൂ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വാല്യൂ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. വി ക്യാൻ അപ്ഡേറ്റ്, അതല്ലേ ഉദ്ദേശിച്ചേ? ഐഡന്റിഫയേഴ്സ്, ഹൗ ടു ഡിഫൈൻ എൻ ഐഡന്റിഫയർ? എങ്ങനെ ഡിഫൈൻ ചെയ്യാ ഐഡന്റിഫയേഴ്സിനെ? കീവേഡ്സ് ആവാൻ പാടില്ല. കീവേഡ്സ് ആവാൻ പാടില്ല. പിന്നെ ഫസ്റ്റ് ലെറ്റർ ഒന്നെങ്കിൽ ആൽഫബറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്പർ ആയിരിക്കണം. അണ്ടർസ്കോർ മാത്രമേ സ്പെഷ്യൽ ക്യാരക്ടർ പറ്റുള്ളൂ. യെസ് കൃഷ്ണാനന്ദ്. അപ്പൊ കുറച്ച് റൂൾസ് ഉണ്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഐഡന്റിഫയേഴ്സ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഡാർട്ടിലും നമുക്ക് കുറച്ച് ഐഡന്റിഫയേഴ്സ് ഫിക്സ് ചെയ്യാം. സെയിം റൂൾ ആണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം സി പ്രോഗ്രാമിംഗിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വേരിയബിളിനെ അല്ലെങ്കിൽ ഐഡന്റിഫയറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണ സമയത്ത് അത് ആ ഒരു പെർട്ടിക്കുലർ ഐഡന്റിഫയർ ഏത് ഡാറ്റ ടൈപ്പ് ആണെന്നുള്ളത് നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ട്, അല്ലെ? ഇപ്പോ എ എന്ന് പറഞ്ഞൊരു ഐഡന്റിഫയറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? we should declare that identifier as integer type. That means int a സെമികോളൻ, അങ്ങനെ ചെയ്യണം. പക്ഷെ ഡാർട്ടില് അങ്ങനെയില്ല. ഡാർട്ടില് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇന്റീജർ ആണോ ക്യാരക്ടർ ആണോ സ്ട്രിംഗ് ആണോ എന്ന് അറിയില്ലെങ്കിലും നമുക്ക് വേരിയബിൾ VAR എന്നുള്ള ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമുക്കതിനെ ഡിക്ലെയർ ചെയ്യാം. ലെറ്റ്സ് സീ. സോ സാധാരണ കേസിൽ നമ്മൾ സി പ്രോഗ്രാമിംഗിലൊക്കെ ചെയ്യുമ്പോൾ ഡെമോ ഇസ് ഈക്വൽ ടു 42 മീൻസ് അതൊരു ഇന്റീജർ ലിറ്ററൽ ആണ്, ന്യൂമറൽ ലിറ്ററൽ ആണ്, ന്യൂമറൽ കോൺസ്റ്റന്റ് ആണ്. അത് എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ആണെന്നുള്ളത് അത് ഏത് ടൈപ്പ് ആണോ അതെന്താണെന്നുള്ളത് നമ്മൾ മുന്നേ കൂട്ടി എന്ത് ചെയ്യും? ഡാറ്റ ടൈപ്പ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും, അല്ലെ? പക്ഷേ ഇതിൽ VAR എന്നൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. VAR യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ഏതൊരു ടൈപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ VAR യൂസ് ചെയ്തിട്ട് അതിന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി മാറും? ആ ഒരു പെർട്ടിക്കുലർ വേരിയബിളില് ഏത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ ഡാറ്റ ടൈപ്പ് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അസൈൻഡ് ആവും. ക്ലിയർ? നമ്മൾ VAR എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെമോ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ വേരിയബിൾ നെയിം ഓർ ഐഡന്റിഫയർ. അതിൽ ഏത് വാല്യൂ ആണോ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ഹിയർ വി ഇനീഷ്യലൈസ് ദ വാല്യൂ 42 ടു ഡെമോ. ഓക്കെ, സോ ഇറ്റ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് ദാറ്റ് ഡെമോ ആസ് ഇന്റീജർ. ഓക്കെ,
So let's run this program. All of you, please type this program. Okay. From this program, we can understand the use of the keyword VAR. Okay. So actual type എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എങ്ങനെ ഇനീഷ്യലൈസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും? VAR എന്നുള്ള ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി മിസ് പറയാണ്, ഇനിയിപ്പോ ഓൾറെഡി നമ്മൾ ഡെമോ എന്നുള്ളത് 42 ആയിട്ട് എന്താ പറയാ, ഇനി ഡെമോ എന്നുള്ളത് 42 ആയിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു, ദെൻ പ്രിന്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ മിസ് പറയാണ്, VAR name is equal to Magnia. ഹലോ മാം. യെസ് മാം, ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഈ വാർ എന്നുള്ള സംഭവം ഉപയോഗിക്കാണ്ടിരുന്ന എന്താ സംഭവിക്കുക? എന്താ സംഭവിച്ചേ? എറർ വന്ന? യെസ്. കാരണം എന്താ, ഈ VAR എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? ഇപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു എണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കമ്പൈലർ തന്നെ ആ ഒരു പെർട്ടിക്കുലർ വേരിയബിളിൽ ഏത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിന് ആ ഒരു വേരിയബിൾ ടൈപ്പ് ഓട്ടോമാറ്റിക്കലി കൊടുക്കുകയാണ്. ക്ലിയർ? ഇനിയിപ്പോ ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇനി നമ്മൾ ഒരിക്കൽ VAR യൂസ് ചെയ്തിട്ട് ഡെമോ എന്നുള്ള ഐഡന്റിഫയറിലേക്ക് 42 വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യുക ഒരു സിറ്റുവേഷൻ. അതിനുശേഷം അപ്പോ കമ്പൈലർ എന്ത് ചെയ്തു, ഡെമോ എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ വേരിയബിളിന് ഇന്റീജർ ആണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്, ഇന്റീജർ എന്നുള്ള ഡാറ്റ ഇന്റീജർ വാല്യൂ ആണ്, സോ അത് ഇന്റീജർ ആയിട്ടുള്ള ടൈപ്പ് ആണ് എന്നുള്ളത് എന്ത് ചെയ്തു ഇനി മനസ്സിലാക്കി വെച്ചു. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, ഒരു സ്ട്രിങ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡെമോനെ വേറൊരു തരം സ്ട്രിങ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ അപ്പൊ തന്നെ അത് എന്താന്ന് പറയും, എറർ കാണിച്ചു തരും. കാരണം ഓട്ടോമാറ്റിക്കലി അത് VAR യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തതെങ്കിലും വൺസ് നമ്മൾ അതിലേക്ക് ഒരു ഇന്റീജർ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തപ്പോ ആ ഒരു വേരിയബിൾ എന്തായിട്ട് മാറി, ഇന്റീജർ വേരിയബിൾ ആയിട്ട് മാറി. പിന്നെ അതിനെ സ്ട്രിങ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രിങ് ഓപ്പറേഷൻസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ട്രിങ് സേവ് ചെയ്യാനോ അതുകൊണ്ട് പറ്റില്ല. ക്ലിയർ ആയോ? ഇപ്പൊ വൺസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നെയിം എന്നുള്ള വേരിയബിളിലേക്ക് സ്ട്രിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അറയാണ് ഞാൻ ഇവിടെ ചെയ്തത്. ക്യാരക്ടർ അറയാണ് ഞാൻ ഇതിലേക്ക് ഇനീഷ്യലൈസ് ചെയ്തതെന്ന് വിചാരിക്കുക. സോ ഈ നെയിം എന്ന് പറയുന്നത് എന്തായി, ഇറ്റ്സ് നെയിം എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് എന്തായി, സ്ട്രിങ് അല്ലെങ്കിൽ ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആയി മാറി ആ ഒരു നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ. അപ്പൊ വെദർ നമ്മൾ VAR എന്നുള്ള സെയിം ഡാറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യണമെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് എന്താണ് ഇനീഷ്യലൈസ് ചെയ്യണേ അതിനനുസരിച്ച് ആ വേരിയബിളിന്റെ ടൈപ്പ് മാറും. ക്ലിയർ? ഓക്കേ മാം. സോ എല്ലാവരും ചെയ്ത് നോക്കിയല്ലോ അല്ലെ? സോ VAR എന്നുള്ളത് പഠിച്ചു. സോ ഇതേപോലെ തന്നെ നമ്മുടെ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ C പ്രോഗ്രാമിംഗ് പോലെ തന്നെ there are different types of data types like integer data type for representing the different types of integers, and string data type, and Boolean data types to represent 0 and 1 values. That means the true or false values. And we have list and maps for representing the collection of objects. And we have dynamic data types. Dynamic data types can be classified into two, implicit and explicit. I will repeat once more. There are different types of data types in Dart language. First one is integer data types. We can represent int, age,
is equal to 20. So variable demo is equal to 42 എന്നും int demo is equal to 42 എന്നും നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. ഈ സെയിം തിങ് നമ്മൾ നേരത്തെ വേരിയബിൾ എന്ന് പറഞ്ഞ് ചെയ്തില്ലേ, ഈ സെയിം തിങ് നമുക്ക് എന്തും ചെയ്യാം, int demo is equal to 42 എന്ന് പറഞ്ഞാലും സെയിം കാര്യമാണ് ഇവിടെ നടക്കുന്നത് അല്ലെ? ഓക്കെ, പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഡാറ്റ ടൈപ്പ് എന്താണെന്ന് മുന്നേ കൂട്ടി നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ VIR യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യുന്നത്. അതൊരു സ്പെഷ്യൽ ഫീച്ചർ ആണ് ഡാറ്റ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് സാധാരണ രീതിയിലുള്ള ഡാറ്റ ടൈപ്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇന്റീജർ ഡാറ്റ ടൈപ്സ്. നമുക്ക് ഇന്റീജർ വാല്യൂസ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്റീജർ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാം. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടി റേഞ്ച് ഉള്ള വാല്യൂസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഡബിൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യും. ഓക്കെ, സോ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത്. നമുക്കിപ്പോ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത് ഇന്റീജർ ഡാറ്റ ടൈപ്പും ഡബിൾ ഡാറ്റ ടൈപ്പും. ഇന്റ് എന്നാണ് ഇന്റീജർ ഡാറ്റ ടൈപ്പിനെ നമ്മൾ ഡാറ്റ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുക. ഇനി നോൺ ഡെസിമൽ നമ്പേഴ്സ്, ദാറ്റ് മീൻസ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഉണ്ടാവില്ലേ, 3.14, 2.056 അങ്ങനെയുള്ള ഡെസിമൽ പാർട്ടും കൂടി വരുന്ന നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡബിൾ ഡാറ്റ ടൈപ്പ്. ഓക്കെ, ടീച്ചർ ഇപ്പൊ വേറെ 30 ഡെസിമൽ കൊടുത്താൽ സ്വയം ഡബിൾ ആയി കൺസിഡർ ചെയ്യോ അല്ലെങ്കിൽ ഫ്ലോട്ട് ആയി കൺസിഡർ ചെയ്യോ? ഓഫ് കോഴ്സ് അത് കൺസിഡർ ചെയ്യൂ കേട്ടോ. അല്ല, അത് ഫ്ലോട്ട് ആയിട്ടാണ് ഡബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ ചോദിച്ചത്. ഫ്ലോട്ട് ഡാർട്ടിൽ ഇല്ല, ഐ തിങ്ക് സോ. നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മള് ഇന്റീജറും ദെൻ ഡബിളും ആണ് യൂസ് ചെയ്യാം. ഐ തിങ്ക് സോ. ഇതില് ഫ്ലട്ടറില് ഒരു ഡെവലപ്പർ ആയിട്ടുള്ള രഞ്ജിത്ത് നമ്മുടെ കൂടെ ഉണ്ട്. ജേക്കബും നമുക്ക് ഡൗട്ട്സ് പറയും. ജേക്കബ്, അങ്ങനെയല്ലേ? ജേക്കബ് ഇല്ലേ? യൂഷ്വലി ഡബിൾ ആണ് ഉപയോഗിക്കാറ്, ഫ്ലോട്ട് ആണ് ഉപയോഗിക്കാറില്ല. യെസ്, പിന്നെ വാർന്ന് പറയുന്നത് ഡൈനാമിക് ഡാറ്റ ടൈപ്പ് ആണ്. അതെ അതെ, ടൈമില് വാല്യൂ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ സ്ട്രിംഗ് ടൈപ്പ് ആണ് പറയുന്നത്. സ്ട്രിംഗ് ടൈപ്പ് ആണ് നമ്മൾ പഠിക്കുന്നത്. String is in another type of data type. അതിൽ ശ്രദ്ധിക്കണം, ഇപ്പൊ മിസ്സിന് പറ്റിയ സെയിം അബദ്ധം നിങ്ങൾക്കും പറ്റരുത്. സ്ട്രിങ്ങിന്റെ എസ് എന്ന് പറയുന്നത് ക്യാപ്സ് ലെറ്റർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. Name is equal to, we can represent the string variables in double quotes. Hello, and don't forget to put semicolon after each statement. It represents the termination of each statement. You already know about that. The semicolon represents the termination of each statement. So don't forget to put the semicolon at the last in each statement, right? Okay. So string name is equal to hello. So this string means ഈ ഒരു വേർഡ്, അതായത് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് റെപ്രസെന്റ് ചെയ്യുക. കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഈ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. സോ ഈ സ്ട്രിങ് നെയിം എന്ന് പറയുന്ന ഈ പാർട്ടിനെയാണ് നമ്മൾ ഡിക്ലറേഷൻ. നെയിം എന്ന് പറഞ്ഞ വേരിയബിളിനെ സ്ട്രിങ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. Then the value hello is initialized to the name. Clear? Then how to print this? Print name.
So put a semicolon here, then run. So we will get the hello statement. So as I mentioned earlier, there are two data types for representing numbers, int and double, and for representing the string type identifiers, we can use the string data type. And ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് ആയാലും യൂസ് ചെയ്യാം. അതിൽ നമുക്ക് എറർ കാണിക്കില്ല കേട്ടോ. അപ്പോൾ ഡബിൾ കോട്ട്സ് മാത്രമല്ല, സിംഗിൾ കോട്ട്സ് ഇട്ടാലും അതിൽ എറർ ഒന്നും കാണിക്കില്ല. കണ്ടോ? ഇപ്പോൾ ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് ഏത് റെപ്രസെന്റ് ചെയ്യാനും, ഒരു സ്ട്രിംഗ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ ഇടാം. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും ചെയ്യുന്നില്ലേ? സ്പീഡ് കൂടുന്നില്ലല്ലോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്തായാലും നമുക്ക് ഇത്തിരി സമയമുണ്ട്, അതുകൊണ്ടാണ് 5 days ആയിട്ട് ഒന്ന് ഇലാബറേറ്റ് ചെയ്തത്. നമുക്ക് പഠിച്ചു പോവാന്ന് വിചാരിച്ചിട്ടാ. നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് ഈസ് ബൂളിയൻ. Boolean data types. So നമുക്ക് പല സ്ഥലങ്ങളിലും ഈ ട്രൂ ഓർ ഫോൾസ് ചെയ്യേണ്ടി വരും. ഇപ്പോ നമുക്ക് ചില ബട്ടൺസ് എനേബിൾ ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. എപ്പോഴും നമുക്ക് ആപ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ ബൂളിയൻ ആയിട്ടുള്ള ടൈപ്പ്, ബൂളിയൻ ആയിട്ടുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണത് നമുക്ക് ഫ്ലാഗ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആപ്പ് ഡെവലപ്മെന്റിൽ. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് ബൂൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ്. നമുക്ക് ബൂൾ, ഇപ്പൊ ഞാൻ ലൈറ്റിന്റെ ഓൺ ഓഫ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ട്രൂ ആയിട്ട് അത് സെറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ട്രൂ ആയിട്ടും ഫോൾസ് ആയിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഡാർട്ടില് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നമ്മൾ ചെയ്യുമ്പോൾ കുറെ എറേഴ്സ് ഒക്കെ നമുക്ക് ഇതിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് തരും. ഇതേപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ചെയ്യുമ്പോഴും കേട്ടോ. So we can represent the bool variable. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് bool light is equal to true എന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ bool light is equal to false. ഇപ്പൊ ഒരു ഇഫ് കണ്ടീഷൻ ഒക്കെ നമ്മൾ കൊടുക്കുകയാണ്. ഇഫ് ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ bool light is equal to true ആക്കുക. ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ bool light is equal to false ആക്കുക. അങ്ങനെ നമുക്ക് ഒരു കണ്ടീഷൻ ഒക്കെ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഇത് ചെയ്യുമ്പോൾ മിസ് പറഞ്ഞില്ലേ, ഇപ്പോ സ്റ്റുഡന്റും ഉണ്ട് ഫാക്കൽറ്റിയും ഉണ്ട്, രണ്ടുപേർക്കുള്ള ഒരു പേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് 2 ഓപ്ഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ബൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, so how to print this? Print light. So let's run this. So we'll get true. ഞാൻ ഈ false എന്നുള്ളത് കമന്റ് ആക്കിയായിരുന്നു. ഓൾറെഡി ട്രൂ ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തേക്കണേ, നമുക്ക് ട്രൂ കിട്ടി. ഓക്കെ, ഇനി മിസ് ഓൾറെഡി അപ്പൊ ഇത്രയും ഡാറ്റ ടൈപ്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡൈനാമിക് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഇനി വേറൊരു ടൈപ്പാണ് ഡൈനാമിക് ഡാറ്റ ടൈപ്സ്. ഡൈനാമിക് ഡാറ്റ ടൈപ്സ് തന്നെ റൺ ടൈമിൽ ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റ ടൈപ്പിനെ ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ VAR എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് പഠിച്ചു കഴിഞ്ഞപ്പോ, ആ ഒരു കീവേഡ് പഠിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഓൾറെഡി റൺ ടൈമിൽ ആ ഒരു പെർട്ടിക്കുലർ വേരിയബിളിലേക്ക് ഏത് വാല്യൂ ആണോ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ടൈപ്പ് ഈസ് അസൈൻഡ് ഫോർ ദാറ്റ് വേരിയബിൾ അല്ലെ. ആ ഒരു വാല്യൂ ഏതാണോ
വെദർ ഇറ്റ് ഈസ് ഇന്റിജർ, ക്യാരക്ടർ ഓർ സ്ട്രിങ്, ഏത് വാല്യൂ ആണോ അതിലേക്ക് സെറ്റ് ആയിരിക്കുന്നത് ആ ഒരു വാല്യൂന്റെ ടൈപ്പ് ആയിരിക്കും ആ ഒരു ഐഡന്റിഫയറിന് വരിക. സോ അതാണ് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡൈനാമിക് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാറ്റിക് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ അത് ആ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ ഏത് ടൈപ്പ് ആണെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഡിക്ലറേഷൻ എന്ന് പറയാം. ക്ലിയർ? സോ ഇതില് നമ്മൾ ഇന്റ് ഏജ് ഈസ് ഈക്വൽ ടു 20, ഡബിൾ പൈ ഈസ് ഈക്വൽ ടു 3.14, അത് ഡൈനാമിക് ആണോ സ്റ്റാറ്റിക് ആണോ? ക്യാൻ യു ആൻസർ? ഇന്റ് ഡൈനാമിക്കും ഉണ്ട് സ്റ്റാറ്റിക്കും ഉണ്ട്. ഓട്ടോമാറ്റിക്കലി മെഷീൻ ആ ഒരു വേരിയബിള് ഡൈനാമിക് ആണ്, മീൻസ് ആ ഒരു വേരിയബിളിനെ, ആ വേരിയബിളിലെ എന്ത് വാല്യൂ ആണോ അസൈൻ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യണേനെയാണ് ഡൈനാമിക് എന്ന് പറയാ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പർ തന്നെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണേനെയാണ് സ്റ്റാറ്റിക് എന്ന് പറയാം. സോ ഇന്റ് ഏജ് ഈസ് ഈക്വൽ ടു 20 എന്ന് പറയുന്നത് ഡൈനാമിക് ആണോ സ്റ്റാറ്റിക് ആണോ? സ്റ്റാറ്റിക്. സോ വേരിയബിൾ var demo is equal to 42 എന്ന് പറയുന്നത് എന്താ, ഡൈനാമിക് ആണോ സ്റ്റാറ്റിക് ആണോ? Dynamic. Okay, so let's do a program. Write a program to add two numbers. എല്ലാവരും വേഗം ചെയ്യാമോ? Write a program to add two numbers. Krishnanand, can you present the screen? മിസ് ഹലോ. ചെയ്ത് കഴിഞ്ഞോ? ചെയ്യാമോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ, മിസ്സിന് അറിയാൻ വേണ്ടിട്ടാ. ഹറിയപ്പ് വേഗം, നമുക്ക് കുറച്ച് സമയമുള്ളൂ. Pranav, Madhu, can you share your screen? Hurry up, Pranav. Just share your screen. Yeah, good, thank you. Okay, Pranav. സോ പ്രണവ് ഇതില് ഡൈനാമിക് വേരിയബിൾ ഡിക്ലറേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതില് സോ വേരിയബിൾ എ ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലൈസ് ടു 1, വേരിയബിൾ ബി 2 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ സിയിലേക്ക് അത് സി എന്ന് പറഞ്ഞത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് A+B ദെൻ പ്രിന്റ് സി. ഓക്കെ, ഗുഡ് പ്രണവ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണു അല്ലെ? ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ പ്രണവ്. So next topic is concatenation. So ഇത്രയും നേരം നമ്മൾ പ്രിന്റ് ചെയ്തായിരുന്നു. പക്ഷെ ഇനി ഇപ്പൊ പ്രണവ് ചെയ്തില്ലേ ആ ഒരു എക്സാമ്പിളില് സി പ്രിന്റ് ചെയ്തു. ആ സമയത്ത് തന്നെ ദ സം ഈസ് സി, അതായത് സം ഈസ് 3 എന്ന് എനിക്ക് ആൻസർ വരണമെന്ന് വിചാരിക്കാം.
അല്ലെങ്കിൽ മൈ നെയിം ഈസ് മാഗ്നിയ, മൈ നെയിം ഈസ് പ്രണവ്. അങ്ങനെ നമുക്ക് ആ ഒരു നമ്മൾ കൊടുത്ത വേരിയബിളിന്റെ ഉള്ളിലത്തെ വാല്യൂ പ്ലസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതും കൂടി ഒരുമിച്ച് നമുക്ക് കാണണം. ഇപ്പൊ നമ്മൾ പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് സി ലാംഗ്വേജിൽ കൊടുക്കുമ്പോൾ പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അതിന്റെ ഉള്ളിൽ മൈ നെയിം ഈസ് എന്ന് എഴുതി നമ്മൾ കൺട്രോൾ ആർഗ്യുമെന്റ്സ് മോഡ് ഡി ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സോ ആ ഒരു സെയിം തിങ് എങ്ങനെയാണ് ഡാറ്റ് പ്രോഗ്രാമിംഗിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, so type with me. So first of all, I created a variable name. So I use a variable dynamic variable declaration using var data type and initialized magnia my name to name and print my name is this magnia using the plus sign. So for concatenation, രണ്ട് സ്ട്രിങ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുക, അതിനെയാണ് കോൺകാറ്റിനേഷൻ എന്ന് പറയാ. രണ്ട് സ്ട്രിങ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ ഓൾറെഡി നമ്മൾ മാഗ്നിയ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ നെയിമില് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കൂടി ഒന്ന് ഇലാബറേറ്റ് ആയി ഭംഗിയിൽ പ്രിന്റ് ചെയ്ത് വരണം. സോ ഇവിടെ ഒരു രണ്ട് സ്ട്രിങ്ങിനെ നമുക്ക് കമ്പൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പ്ലസ് സൈൻ. സോ എന്താണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാത്തത് അതിനെ നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. ഓൾറെഡി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് പ്ലസ് സൈൻ കഴിഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ, സോ സമ്മിന്റെ പ്രോഗ്രാമിൽ നിങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയേ എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഹലോ മാം. യെസ് മാം, ഇപ്പോൾ ഇത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം സ്ട്രിങ്ങും ഒരെണ്ണം മറ്റെന്താ ഇൻറ്റിജറും അല്ലേ? ഏത്? ഇപ്പൊ ഈ സമ്മിന്റെ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോഴേ അത് കുഴപ്പമില്ല. എന്തും നമുക്ക് ഇപ്പൊ നമ്മള് സീല് ചെയ്യാറില്ലേ? ഓക്കെ, അതായത് ഈ കോൺകാറ്റിനേഷൻ ഇവിടെയാണോ പറഞ്ഞത്? മാം, ആ പ്രിന്റിന്റെ സ്റ്റേറ്റ്മെന്റ് എവിടെ? ഇപ്പൊ ഞാൻ ടൈപ്പ് എഴുതിയെടുത്താണോ? അതാണ് മിസ് പറഞ്ഞു വരുന്നതാണ്. അതായത് ഈ ഒരു സ്ട്രിങ്ങും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ നോക്കിയേ, നമ്മൾ സം ഈസ് പ്ലസ് സി എന്ന് കൊടുത്തപ്പോ ഇവിടെ എന്താ വന്നത്? കമ്പൈലേഷൻ എററാ വന്നത്. സോ അതായത് ഇവിടെ ഒരു സ്ട്രിങ്ങും ഇവിടെ ഒരു ഇന്റീജർ ആണ്. സോ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് സ്ട്രിംഗ് ഇന്റർപോളേഷൻ. ഇതില് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ സൈൻ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതല്ല ഇതിന്റെ കറക്റ്റ് വേ എന്ന് പറയുന്നത്. എന്താണ്? ഇതല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? സം ഈസ് എന്ന് പറഞ്ഞിട്ട് ഡോളർ
കണ്ടോ? ഇതിലിപ്പോ എന്താ ചെയ്തത്? നമ്മൾ നേരത്തെ കേസിൽ മൈ നെയിം ഈസ് എന്ന് പറയുന്നത് സ്ട്രിങ് ആയിരുന്നു, പിന്നെ നെയിം എന്ന് പറയുന്നതും സ്ട്രിങ് ആയിരുന്നു. സോ ഇതിന്റെ കേസിൽ എന്താണ്? ഇന്റീജർ വാല്യൂസ് ആയിട്ടാണ് നമ്മൾ എയും ബി സിയും ഒക്കെ ഇനീഷ്യലൈസ് ചെയ്തത്. ദെൻ നമുക്ക് ഇവിടെ ഒരു കോൺകാറ്റിനേഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. ഇന്റീജറും അതുപോലെ സ്ട്രിങ് ആയിട്ട് ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിന്റെ പേരാണ് സ്ട്രിങ് ഇന്റർപോളേഷൻ. ക്ലിയർ? നേരത്തെ കേസിൽ മിസ് പ്ലസ് സൈൻ ചെയ്തപ്പോ നമ്മൾ കണ്ടു ഒരു എറർ മെസ്സേജ് ആണ് അല്ലെ ഇവിടെ വന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്ട്രിങ് ഇന്റർപോളേഷൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ്ങിനെ നമ്മൾ പാഴ്സ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇന്റീജറിലേക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റി അങ്ങനെയൊക്കെ ആ വേരിയബിളിനെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡാർട്ട് പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്ട്രിങ് ഇന്റർപോളേഷൻ. സോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളാണ് കോൺകാറ്റിനേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് പ്ലസ് എന്ന് പറഞ്ഞ സിമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് സ്ട്രിങ് ഇന്റർപോളേഷൻ. സ്ട്രിങ് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത് ഡോളർ സൈൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാം. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലും ചെയ്യാം. ശ്രദ്ധിക്കാം, സ്ട്രിങ് ഇന്റർപോളേഷൻ തന്നെ കേട്ടോ. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി, then sum is, then dollar sign, curly braces, a plus b. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോറി, a പ്ലസ് ബി. അതായത് ഓൾറെഡി നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അവോയ്ഡ് ചെയ്ത് എ പ്ലസ് ബി എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡയറക്ട്ലി കൊടുക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുക ഏതാണ്? കേളി ബ്രേസസ് ആണ്. നമുക്ക് കമ്പൈൽ ചെയ്തൊന്ന് നോക്കാം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന്. കണ്ടോ? സം ഈസ് 8. സോ ഇതിൽ ഓൾറെഡി സി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്ത് ആ ഒരു എ പ്ലസ് ബി എന്നുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്തായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചത്. ഇനി ഈ സ്ട്രിങ് ഇന്റർപോളേഷൻ തന്നെ വേറൊരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ എ പ്ലസ് ബി എന്നുള്ളത് ഡയറക്റ്റ്, എ പ്ലസ് ബി എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആണ് അല്ലെ, രണ്ട് ഓപ്പറൻസും ഉണ്ട്, ഓപ്പറേറ്ററും ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ആ എക്സ്പ്രഷൻ ഡയറക്ട്ലി നമ്മൾ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ എന്താ, ഡോളർ സൈൻ ഇട്ടിട്ട് എ പ്ലസ് ബി എന്ന് കേളി ബ്രേസസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇറ്റ്സ് ആൻ അനദർ മോഡ് ഓഫ് സ്ട്രിങ് ഇന്റർപോളേഷൻ മെത്തേഡ്. ഓക്കെ, ഓക്കെ, എല്ലാവരും ചെയ്തു അല്ലേ? നെക്സ്റ്റ്, how to transfer this word magnia into uppercase letter. ഇനി അപ്പർ കേസ് ലെറ്ററിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക? ഒരു എക്സാമ്പിൾ ആണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുക ടു അപ്പർ കേസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. ടു അപ്പർ കേസ്. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെ ചെയ്യും? നമുക്ക് സ്ട്രിങ് ഇന്റർപോളേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. എങ്ങനെയായിരിക്കും ചെയ്യാം? നമ്മൾ ഓൾറെഡി ഈ ഒരു പെർട്ടിക്കുലർ വേർഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നെയിം എന്നതിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്ട്രിങ് ഇന്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് അതിനെ മൊത്തത്തിൽ അപ്പർ കേസിലേക്ക് മാറ്റണം. എങ്ങനെയായിരിക്കും? പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നു, ദെൻ ഡബിൾ കോട്ട്സ്, മൈ നെയിം ഈസ്, ഇന്റർപോളേഷൻ മെത്തേഡ് ആണ്. സോ ഡോളർ സൈൻ, കേളി ബ്രേസസ് ആണ്, ഡോളർ സൈൻ കൊടുത്ത് ഒരു എക്സ്പ്രഷൻ കൊടുക്കണേന്ന് യൂസ് ചെയ്യാം. ദെൻ നെയിം ഡോട്ട്, നെയിമിനെ നമ്മൾ എന്ത് ചെയ്യണു? ടു, ഉണ്ടോ, അപ്പർ കേസ്, ടു അപ്പർ കേസ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ടെർമിനേറ്റ് ദി സ്റ്റേറ്റ്മെന്റ്. ലോവർ കേസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ലോവർ കേസ്. Okay, then let's print this program. So my name is Magnia in uppercase letter.
ലോവർ കേസ് ലെറ്ററിലേക്കാണെങ്കിൽ വി ക്യാൻ യൂസ് ടു ലോവർ കേസ്. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. And how to find the length of this string? We want to declare the another variable length in എന്താ പറയാ, ഒന്നിങ്ങി ഇന്റീജർ ടൈപ്പിലാവാം അല്ലെങ്കിൽ വേരിയബിൾ ടൈപ്പിലാവാം ഡിക്ലെയർ ചെയ്യണം. is equal to name dot length. Then print length. നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാം? size is length. Okay. ടീച്ചർ ഡബിൾ കോഴ്സ് വേണ്ടേ? ഓക്കെ ഓക്കെ, കോഴ്സ് ഇട്ടില്ല അല്ലേ? Okay, the size is 7. 1, 2, 3, 4, 5, 6, 7 characters in my name. Okay. ഇതുവരെയും എല്ലാവർക്കും മനസ്സിലായോ? സോ നമ്മള് ജസ്റ്റ് ഡാറ്റ് പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സ് ആണ് പഠിച്ചത്. ജസ്റ്റ് വാട്ട് ആർ ദ ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഡാറ്റ ടൈപ്സ്, ആൻഡ് ഹൗ ടു പ്രിന്റ് യുവർ നെയിം, and how to print your name or string using concatenation and string interpolation methods, and how to find the length, and how to convert the string into lowercase to uppercase. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. സോ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും, സി ലാംഗ്വേജിന്റെ പോലെ തന്നെ വളരെ സിമ്പിൾ ആണ് ഡാറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, സോ നാളെ ഈ ഒരു ഇത്രയും ആണ് ഇന്ന് സെഷനുള്ളൂ. ഓൾറെഡി 6 PM ആയി. ഇന്ന് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഡാറ്റ് പ്രോഗ്രാമിന്റെ കുറച്ച് എന്തെങ്കിലും 1-2 എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം, ജസ്റ്റ് ഫെമിലിയറൈസ് ചെയ്യണം. ദെൻ നാളെ ഒരു 1 hour ഇൻസ്റ്റാളേഷൻ ഉണ്ടായിരിക്കും. ഓൾറെഡി നിങ്ങൾ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്തോ? ഇൻസ്ട്രക്ഷൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ ആ ഇൻസ്ട്രക്ഷൻസ് ഒരെണ്ണം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, പിന്നെ ഒരെണ്ണം VC ഇതുണ്ട്. അതിൽ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്താൽ മതിയോ, രണ്ടും വേണോ? ഒരെണ്ണം മതി. VC അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ കമ്പ്യൂട്ടറിന് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ മാത്രം മതി. ഇപ്പൊ ലോ സ്പെക് കമ്പ്യൂട്ടർ ആണെങ്കിൽ VS കോഡും വേണം. രണ്ടും കൂടി വേണം. VS കോഡ് മാത്രം പറ്റില്ല. ഹലോ, VS കോഡ് മാത്രം പറ്റില്ല, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്തായാലും വേണം. ഓക്കെ, ജാവ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കൊടുത്തിട്ടില്ലല്ലോ. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ജാവ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവേണ്ടതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നാളെ ക്ലിയർ ചെയ്യാം. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ സെർച്ച് ചെയ്തപ്പോ ആദ്യം തന്നെ കാണിച്ചത് ജാവയാണ്. അത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജാവയുടെ ആവശ്യം വരുന്നില്ല. ഡയറക്ട്ലി VS കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ജാവയുടെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അത് നാളെ ക്ലിയർ ചെയ്യാം. നിങ്ങൾ പറ്റുന്ന പോലെ നാളെ നമുക്ക് 1 hour 1.5 hour എടുക്കാം. നിങ്ങൾ പറ്റുന്ന പോലെ നാളെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓൾറെഡി മിസ് അത് ഓൾറെഡി നിങ്ങൾക്ക് തന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഡാറ്റയും കാര്യങ്ങളൊക്കെ അതിന് വേണ്ട വരും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നോക്കി അതൊന്ന് ഡൗൺലോഡ് ചെയ്തോ പറ്റാവുന്ന രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ജേക്കബും അതുപോലെ ഐറിസ് മിസ്സും ഉണ്ടാവും, ആദ്യത്തൊക്കെ ഉണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. എല്ലാവരെയും ഫ്ലട്ടർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആക്കും ഞങ്ങൾ. ഓക്കെ, അപ്പോ അവര് പറഞ്ഞു തരും, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാന്നോ? ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് എൻവയോൺമെന്റ് വേരിയബിൾ ഒക്കെ സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് ജേക്കബ് സ്ക്രീനിൽ കാണിച്ചു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അത് വെച്ച് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ,
അപ്പോ നാളത്തെ സെഷൻ എല്ലാവരും തന്നെ ഈ 5 ദിവസവും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയി പയ്യാണ് പോകുന്ന എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, സോ shall we wind up this session, Jacob Irisness? Yes, ma'am. Okay. Okay. Thank you all. Thank you for your cooperation. So see you soon tomorrow. Bye.